100 ഡേയ്സ് മൈ പ്രിൻസ് എപ്പിസോഡ് 4 പാർട്ട് 1 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വോന്തൂക്കാണെങ്കിൽ എനിക്ക് റോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവളാകെ സ്റ്റക്കായി നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുന്ന ടൈമിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ തൊട്ടു പിന്നിലായിട്ട് ഒരു എലിയെ കണ്ടിട്ട് ഇവൻ പേടിക്കുകയാണ്. അതായത് നമ്മളെങ്ങാനും റോൾ ചെയ്ത സമയത്ത് അതെങ്ങാനും എൻ്റെ ഫേസിലേക്ക് വീണാലോ, അതും അല്ലെങ്കിൽ അതിന് ഞാൻ അങ്ങ് ചവിട്ടി അരച്ചാലോ, അതുകൊണ്ട് എനിക്കിതൊന്നും പറ്റത്തില്ല എന്ന് വോന്തൂക്ക് അവിടെ പറയുമ്പോൾ ഹോങ്ഷിമിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞ് അങ്ങ് റോൾ ചെയ്യുന്നുണ്ട്. ഇതേ ടൈമിൽ ഹോങ്ഷിമിന്റെ അച്ഛനാണെങ്കിൽ നേരത്തെ കണ്ട ഗുണ്ടകളെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അച്ഛനോട് ഇവള് പറഞ്ഞല്ലോ അടുത്ത വില്ലേജിലേക്ക് പോവുകയാണെന്ന്. സോ ഇവളെ തടയാൻ വേണ്ടിയിട്ട് ഈ ഗുണ്ടകളെ സെറ്റാക്കിയത് അച്ഛനാണ്. അവരെ നിങ്ങൾ തടഞ്ഞില്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നതും, അതായത് ഇവരെ തടഞ്ഞ സമയത്ത് കെട്ടാൻ വേണ്ടിയിട്ട് കയറ് നോക്കുന്ന ടൈമിൽ ഇവർ കയറൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കില്ല. സോ ഇവരങ്ങനെയാണ് ആ പായിൽ ചുരുട്ടി കൂട്ടുന്നത്. ഇനി ഇതുപോലെ അവർ അടുത്ത വില്ലേജിലേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ സെറ്റാക്കി തരാമെന്ന് അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇതിന് പകരമായിട്ട് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അച്ഛനാണെങ്കിലോ നേരെ ഹോങ്ഷിമിന്റെ അടുത്ത് വന്ന് മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈമിൽ അച്ഛൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഇവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തു വന്നത്, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഭയങ്കര അഭിനയമായിട്ടാട്ടോ അച്ഛൻ ചോദിക്കുന്നത്. അപ്പോൾ വോന്തൂക്കാണെങ്കിൽ ഞാൻ ഒരാളെ കൊന്നു എന്ന് പറയുന്നത് കേട്ട് നമ്മുടെ അച്ഛൻ്റെ കിളി പോകുന്നുണ്ട് കേട്ടോ. ആരെ കൊന്നേ, കണ്ടോ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, ഞാൻ അപ്പോഴേ പറഞ്ഞതിൽ അടുത്ത വില്ലേജിലേക്ക് പോകേണ്ട എന്നൊക്കെ അച്ഛൻ അവിടെ പറയുന്നുണ്ട്. ഞാനൊരു എലിയെ എൻ്റെ ശരീരം കൊണ്ട് അരച്ചങ്ങ് കൊന്നു, ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുന്നെന്ന് പറയുന്നത് കേട്ട് എലിയായിരുന്നോ, അല്ല ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ മുകളിലേക്ക് പോകണ്ട എന്ന്, നമുക്കിനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് അച്ഛൻ അവിടെ പറയുന്നുണ്ട് കേട്ടോ. വോന്തൂക്കാണെങ്കിൽ എനിക്ക് ആ പൈസ വേണ്ടെന്ന് പറഞ്ഞതല്ലേ നീ കാരണം ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ എന്തായാലും ഇപ്പം എല്ലാം സെറ്റായല്ലോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോങ്ഷിം ആണെങ്കിൽ അവളെ എണീപ്പിക്കാനാന്ന് വിചാരിച്ച് കൈ തിരിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ അച്ഛൻ വോന്തൂക്കിനാണ് കേട്ടോ കൈ കൊടുക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ എന്നെ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് തൊടുന്നതെന്നൊക്കെ പറഞ്ഞങ്ങ് ചൂടാവുകയാണ്. ഇവൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഹോങ്ഷിം ആണെങ്കിൽ അച്ഛൻ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട്. ഇതേ സമയം കൊട്ടാരത്തിലാണെങ്കിലോ രാജ്ഞി രാജാവിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാജാവാണെങ്കിൽ ഇത് കാണുമ്പോൾ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അതായത് തൻ്റെ മകനായ ലിയൂളിന് ഇഷ്ടപ്പെട്ട പാൻ കേക്ക് ഒക്കെ ആയിരിക്കും രാജ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ മകൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാതെ നിനക്ക് എങ്ങനെയാണ് ഇതുപോലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാൻ തോന്നുന്നത്, ഇതെൻ്റെ മകൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെന്നൊക്കെ പറഞ്ഞ് രാജാവ് അവിടെ ചൂടാവുന്ന ടൈമിൽ രാജകുമാരനൊന്നും സംഭവിക്കില്ല, അവൻ തിരിച്ചു വരും, പക്ഷേ അതുവരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങളുടെ ആരോഗ്യം കൂടി നോക്കേണ്ടതെന്ന് പറയുന്ന ടൈമിൽ രാജാവാണെങ്കിൽ എന്താ അവൻ തിരിച്ചു വരണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജ്ഞിയാണെങ്കിൽ ആകെ വിഷമിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അതായത് നിങ്ങളെല്ലാവരും എന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്, പക്ഷേ ഞാൻ അങ്ങനെ ഒരു നീചമായ പ്രവൃത്തി ചെയ്തിട്ടില്ല. പണ്ട് അവൻ ചെറുപ്പത്തിൽ കുതിരയുടെ മുകളിൽ നിന്ന് വീണ ടൈമിലും ഇവിടെ എല്ലാവരും എന്നെയാണ് സംശയിച്ചത്, എൻ്റെ ശാപം കൊണ്ടാണെന്നാണ് പറഞ്ഞത്, നിങ്ങൾ എന്താ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ടൈമിൽ രാജ്ഞിയുടെ മകനാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, അച്ഛ അമ്മയ്ക്ക് രാജകുമാരൻ തിരിച്ചു വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, ദയവ് ചെയ്ത് അമ്മയുടെ ഫീലിങ്സ് കുറച്ചെങ്കിലും മനസ്സിലാക്കൂ എന്ന് അവിടെ മകൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജാവാണെങ്കിൽ ഇത്തിരി പാവൊക്കെ തോന്നിയിട്ട് നീ ഞാൻ പറഞ്ഞതൊന്നും അങ്ങോട്ട് മനസ്സിലേക്ക് എടുക്കണ്ട, ഞാൻ പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞതാന്ന് പറഞ്ഞ് രാജ്ഞിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ കൊട്ടാരത്തിലെ ഭടന്മാരെല്ലാവരും ആ മലപ്രദേശം മൊത്തം സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് രാജകുമാരൻ്റെ ഒരു പൊടി പോലും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതിലെ ഒരു ഗാർഡ് വന്നിട്ട് അതിലത്തെ ഒരു വൈസ് പ്രീമിയറിനോട് പറയുന്നുണ്ട്, അതായത് ഇവിടെ മാത്രം സെർച്ച് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ചിലപ്പോൾ ആളെങ്ങാനും ആ വില്ലേജിൽ എത്തിയിട്ടുണ്ടായിരിക്കുമെങ്കിലോ, നമുക്ക് ആ വില്ലേജിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇയാൾക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം കിംചയുടെ ആളാണല്ലോ. സോ ഇവർക്ക് ആ ഡെഡ് ബോഡി കിട്ടണമെന്നേ ആഗ്രഹമില്ല. അപ്പോൾ ഇയാളാണെങ്കിൽ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് എന്നോടിങ്ങനെ പറയാൻ തോന്നിയത്, നമ്മളെങ്ങാനും സെർച്ച് ചെയ്യാൻ പോയ സമയത്ത് ആളുകൾ ഇതിനെപ്പറ്റി അറിഞ്ഞാലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവനോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ വോന്തൂക്കാണെങ്കിൽ ഞാൻ എന്തായാലും ഇനി നിൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്കൊന്നും വരാൻ നോക്കുന്നില്ല എന്ന് പറയുന്ന ടൈമിൽ ഹോങ്ഷിം ആണെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇന്നലെ പറഞ്ഞല്ലോ ഞാനൊരു അനാഥനാണെന്ന്, അത് കേട്ടിട്ട് എൻ്റെ മനസ്സാകെ തകർന്നു പോയി, ഇന്നലെ എനിക്ക് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയില്ല എന്ന് വോന്തൂക്ക് പറയുമ്പോൾ ഹോങ്ഷിം ആണെങ്കിൽ അയ്യട എന്നിട്ട് നന്നായി കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്ന് അവിടെ പറയുന്നുണ്ട്. എൻ്റെ കൈ ഭയങ്കര വേദനയെന്ന് വോന്തൂക്ക് പറയുന്ന ടൈമിൽ ഇവൾ ജസ്റ്റ് ഒന്ന് കൈ ഓങ്ങുന്നുണ്ട് കേട്ടോ അടിക്കാൻ. ആ ടൈമിൽ ഇവൻ ആ വേദന എന്ന് പറഞ്ഞ കൈ കൊണ്ട് തടയുന്ന ടൈമിൽ ആഹാ കൈക്ക് വേദനയൊന്നും ഇല്ലല്ലോ എന്ന് നമ്മുടെ ഹോങ്ഷിം ചോദിക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഈ കൈക്കല്ല ഈ കൈക്കാ വേദന എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ നീ എന്തായാലും വർക്ക് ചെയ്തേ പറ്റൂ, ഒരുപാട് കടം വാങ്ങിക്കൂട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ടാക്സ് ഒക്കെ അടയ്ക്കേണ്ടേ എന്ന് പറയുന്ന ടൈമിൽ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും ഞാൻ ജോലിക്ക് പോകാം, നിങ്ങൾ തമ്മിൽ തല്ലുകൂടണ്ട, ആ കടം എങ്ങനെയെങ്കിലും ഞാൻ വീട്ടിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഹോങ്ഷിമിനാണെങ്കിൽ അതൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അച്ഛൻ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ ജോലിക്ക്. ഹോങ്ഷിം ആണെങ്കിലോ മര്യാദയ്ക്ക് ആ ചാണകമൊക്കെ വാരി അവിടെ വൃത്തിയാക്കിക്കോ, ഞാൻ റോപ്പ് ഉണ്ടാക്കാൻ പോകാമെന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഈ കയറൊക്കെ പിരിക്കുന്ന പോലെ ഒരു റോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇന്നലെ നീ ശരിക്കും ഉറങ്ങിയില്ലേ, ഇന്നലെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നില്ലേ എന്നൊക്കെ
ചോദിച്ച് കളിയാക്കുന്നതും അല്ല ആളെങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ആള് രാവിലെയും കൊള്ളില്ല രാത്രിയും കൊള്ളില്ല എന്ന് പറയുന്നത് കേട്ട് ഇവർ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഹോങ്ഷിമിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ആള് ശരിക്കും ഒരു സുന്ദരനല്ലേ എന്ന് പറയുമ്പോൾ ആ സുന്ദരൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊരു കാര്യമില്ല, പോരാത്തതിന് ഒരു അനാഥനാണ്, അതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നതെന്ന് ഇവള് പറയുന്നത് കേട്ട് ഫ്രണ്ട് ആണെങ്കിൽ അത് നിനക്ക് ഇപ്പറയത്തേ ഉള്ളൂ, നീയല്ലേ പറഞ്ഞത് ഒരുപാട് കാലമായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന്, എന്നിട്ടും നിനക്ക് ആ കാര്യം അറിയില്ലായിരുന്നോ എന്ന് ഫ്രണ്ട് ചോദിക്കുന്ന ടൈമിലാണ് ഇവള് പണി പാളി എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല എനിക്കറിയായിരുന്നു, പക്ഷെ അത് വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരിക എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. പെട്ടെന്ന് ഇവളുടെ കൈയൊന്ന് മുറിയുന്ന ടൈമിൽ ഇത് നല്ല ലക്ഷണമല്ലല്ലോ എന്ന് ഇവള് പറയുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ വൂന്തൂക്കാണെങ്കിൽ ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഇത് വീട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നുന്നു, എന്താണെന്ന് അറിയില്ലെന്ന് പറയുന്ന ടൈമിലാണ് നമ്മുടെ മജിസ്ട്രേറ്റ് ഓഫീസിലെ ഗുമസ്തൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അല്ല വൂന്തൂക്കെ, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഡ്രസ്സൊന്നും തിരിച്ച് തന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ദേ ഇരിക്കുന്നു അതെടുത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ അതെടുക്കുന്ന ടൈമിൽ അല്ല എൻ്റെ ഷൂസ് എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഷൂസ് കൊടുക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരിക്കില്ല, ഈ ഷൂസ് തരാൻ പറ്റത്തില്ല, ഇതെനിക്ക് നല്ല കംഫർട്ടബിൾ ആണെന്ന് പറയുന്ന സമയത്ത് ഈ ഗുമസ്തനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, എനിക്കിത് തിരിച്ചു കൊടുക്കണം, ഇതെല്ലാവരും തിരിച്ചു കൊടുക്കേണ്ടതാണെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ എനിക്കിത് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, എനിക്കിത് ഇപ്പോൾ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇയാളാകെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ എനിക്കിത് തരാനേ പറ്റില്ല എന്ന് പറഞ്ഞ് ഓട്ടം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നാലെ ഓടുന്ന ഈ ഗുമസ്തനുണ്ടോ ഇവനെ പിടിക്കാൻ പറ്റുന്നു, ഇയാളാണെങ്കിൽ ഇവനെന്താ വട്ടാണോ എന്ന് പറയുന്നുണ്ട്. വൂന്തൂക്കാണെങ്കിലോ നേരെ എത്തുന്നത് ചന്തയിലായിരിക്കും കേട്ടോ. അവിടെ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നതും ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതൊക്കെ ഇവൻ കാണുന്നുണ്ട്. ഇവനങ്ങനെ സന്തോഷത്തിൽ നടക്കുന്ന സമയത്ത് അവിടെ ഈ ബെഡ്ഷീറ്റും പില്ലോസൊക്കെ വിൽക്കുന്ന ഒരു ലേഡിയെ കാണുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇത് സിൽക്ക് തുണിയല്ലേ എന്നൊക്കെ പറഞ്ഞ ആ തുണിയെ പറ്റി ഒരുപാട് അങ്ങ് വിവരിച്ച് പറയുമ്പോൾ ഈ ലേഡിയാണെങ്കിൽ താങ്കൾക്ക് ഇതിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാലോ, അല്ല എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട് എനിക്ക് റെഡ് കളറുള്ള ബെഡ്ഷീറ്റൊക്കെ വേണമെന്ന്. അപ്പോൾ ഇവരാണെങ്കിൽ അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ 15 യാങ് ആണെന്ന് പറയുന്നത് കേട്ട് അത്രേ ഉള്ളൂ എന്നൊക്കെ വൂന്തൂക്ക് പറയുന്നുണ്ട്. പറയുന്നത് കേട്ടാൽ തോന്നി ഇവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന്. എന്നാൽ ഈ ലേഡിയാണെങ്കിൽ ഇവൻ്റെ വർത്താനം കേട്ട് ഇവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത് പാക്ക് ചെയ്ത് പൈസ ചോദിക്കുന്ന ടൈമിൽ അതിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് ഇവൻ കൂളായി പറയുകയാണ്. പിന്നെ പൈസ ഇല്ലാതെ നീ എത്ര നേരം എന്ത് കണ്ടിട്ട് ചിലക്കുന്നുണ്ടായിരുന്നെ, എൻ്റെ സമയം മൊത്തം കളഞ്ഞല്ലോ ദ്രോഹി എന്ന് പറഞ്ഞ് ഇവരകത്ത് പോയി കുറച്ച് അരിയൊക്കെ എടുത്ത് കടന്നു പോടാന്ന് പറഞ്ഞ് ഇവൻ്റെ ദേഹത്തേക്ക് എറിയുകയാണ്. നെക്സ്റ്റ് സീനിൽ ഹോങ്ഷിമിൻ്റെ അടുത്തേക്ക് ഒരു ലേഡി ഓടി എത്തിയിട്ട് മോങ്കോയ്ക്ക് ഒരു അപകടം പറ്റിയെന്ന് പറയുകയാണ്. അതായത് അവരുടെ മകനാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ നോബിൾ മാന് മക്കളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ഉയർന്ന ജാതിയിൽ പെട്ടത്, അവർ ഈ മോക്കോ എന്ന് പറയുന്ന ആ നാട്ടിലൊരു കുട്ടീനെ വളഞ്ഞിട്ട് തല്ലുകയാണ്. അപ്പം എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഈ വലിയ ജാതിയിൽ പെട്ട കുട്ടികൾ കളിക്കുന്ന ടൈമിൽ ഇവരുടെ പട്ടം ഒരു മരത്തിൽ കുടുങ്ങി, അതെടുക്കാൻ ഇവനോട് പറഞ്ഞു. ഇവനാണെങ്കിൽ ഉയരം പേടിയായതുകൊണ്ട് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല, അതിനാണ് ഇങ്ങനെ ഇടിക്കുന്നത്. സ്വന്തം അച്ഛനും അമ്മയ്ക്കും എന്തിന് ഇവർക്ക് ആർക്കും തന്നെ ആ കുട്ടികളെ തടയാൻ കഴിയില്ല, കാരണം ഇവരെല്ലാവരും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണല്ലോ. അപ്പോൾ ഇവളാണെങ്കിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അതായത് ഈ കുട്ടികളുടെ കയ്യിൽ ഒരു റോപ്പ് ഉണ്ടായിരിക്കും, അതിൽ കല്ല് വെച്ചിട്ട് ഈ പട്ടത്തിൻ്റെ മുകളിൽ വീഴ്ത്തിയിട്ട് ആ പട്ടം താഴെ എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നുന്നുണ്ട്. അങ്ങനെ ഈ പ്രശ്നം ഇവള് നൈസായിട്ട് അവിടെ സോൾവ് ആക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവള് മോക്കോയോട് പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പം എന്താ വരാഞ്ഞെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ വരാൻ നോക്കി പക്ഷേ എനിക്കിതിന് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നതും എന്തിനാ എന്നോട് ഇത്ര നൈസായിട്ട് പെരുമാറുന്നതെന്ന് ഈ കൊച്ചുകുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ നിന്നെ കാണുമ്പോൾ ഒരുപാട് വർഷം മുന്നേ എനിക്ക് പരിചയമുള്ള ഒരു ആൺകുട്ടീനെ ഓർമ്മ വരുന്നുണ്ട്, അവൻ നിന്നെ പോലെ തന്നെയായിരുന്നു, ഒരു ചെറിയ മന്ദബുദ്ധിയായിരുന്നു എന്ന് പറയുന്നത് കേട്ട് ഈ കൊച്ചുകുട്ടിയാണെങ്കിൽ എന്നിട്ട് ഇപ്പം മന്ദബുദ്ധിത്തിലൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വലുതായിട്ട് നല്ല സ്മാർട്ടൊക്കെ ആയിട്ടുണ്ടായിരിക്കുമെന്ന് ഇവള് പറയുന്നുണ്ട്. അതായത് ഇവള് കൊച്ചു ലിയൂളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ലിയൂളാണെങ്കിൽ വീണ്ടും ചന്തയിലൂടെ നടക്കുന്ന ടൈമിൽ അവിടെ ഒരു കൊച്ചു ഹോട്ടൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ അവിടെ നൈസായിട്ട് പോയി ഇരിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഒരു ബൗളിൽ സൂപ്പ് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി അതൊക്കെ അങ്ങ് വാരി വലിച്ചു കുടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവൻ നോക്കുമ്പോൾ ഒരാൾ ഫുഡ് കഴിച്ചു പോകുന്ന ടൈമിൽ ഈ സ്ത്രീയെ നോക്കി കണ്ണിറുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ സ്ത്രീയുടെ കാമുകനോ മറ്റോ ആണ്. ഇത് കാണുന്ന വൂന്തൂക്കാണെങ്കിലോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഈ ലേഡിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ പുതിയതാണല്ലേ ഈ ലേഡി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് അയാൾ ചെയ്തതുപോലെ കണ്ണിറുക്കിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഇതേ ടൈമിൽ ഈ ലേഡിയാണെങ്കിൽ അല്ല കാശ് തരാതെ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓൾറെഡി പെയ്ഡ് ചെയ്തില്ലേ എന്നാണ് കേട്ടോ ഇവൻ പറയുന്നത്. എന്ത് തന്നു എന്ന് ഈ ലേഡി അപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കണ്ണിറുക്കി കാണിക്കുകയാണ്. അപ്പോൾ ഈ ലേഡിയാണെങ്കിൽ നിനക്കെന്താ ഭ്രാന്തുണ്ടോ, മര്യാദയ്ക്ക് പൈസ എടുക്കുന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ഞാൻ പൈസ തന്നല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കണ്ണിറുക്കുകയാണ്. ഇതേ ടൈമിലാണ് ഹോങ്ഷിമും അവളുടെ ഫ്രണ്ടും കൂടി അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടാണെങ്കിൽ നീ ഇപ്പം മോക്കോനെ രക്ഷിക്കാൻ പോയ ടൈമിൽ നിനക്ക് പൈസ മര്യാദയ്ക്ക് കിട്ടിയില്ലല്ലോ, നീ നിന്റെ പണി അവിടെ ഇട്ട് വെച്ചിട്ടല്ലേ പോയത്, നീ ഇങ്ങനെ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയ എന്താ ചെയ്യാന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഹോങ്ഷിം നീ അത് വായിച്ചിട്ടില്ലേ ഇത് വായിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനീസ് ലെറ്റേഴ്സിൻ്റെ കാര്യം അടക്കം അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന കൂട്ടുകാരിക്കുണ്ടോ വല്ലതും മനസ്സിലാകുന്നു,
കാരണം അവൾ എഡ്യൂക്കേറ്റഡ് അല്ലല്ലോ, എന്നാൽ നമ്മുടെ ഹോങ്ഷിം എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ കൂട്ടുകാരിയാണെങ്കിൽ അല്ല നിനക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഹോങ്ഷിം വിഷയം മാറ്റുന്നുണ്ട്. ആ ടൈമിലാണ് കൂട്ടുകാരി വൂന്തൂക്കിനെ അവിടെ കാണുന്നതും ഇവരാണെങ്കിൽ അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ടൈമിൽ ഇയാൾ ഭക്ഷണം കഴിച്ചിട്ട് പൈസ തന്നില്ല എന്നാണ് ഈ ലേഡി പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ പൈസ കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കണ്ണിറക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന ടൈമിൽ ഒരാൾ ഇതുപോലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് ഇങ്ങനെയാണ് പൈസ കൊടുത്തത് എന്ന് ഇവൻ പറയുകയാണ്. അതായത് ഇവനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ലേഡിയാണെങ്കിൽ അയാൾ എനിക്ക് എൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. ബന്ധുക്കാണെങ്കിലോ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ലേഡിയാണെങ്കിൽ പേടിച്ചിട്ട് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ അത് തന്നെ എനിക്കറിയാത്ത ഞാൻ ആരാ എന്ന് പറയുന്നത് കേട്ട് ഈ ലേഡിയാണെങ്കിൽ നീ ശരിക്കും ഒരു മരം മണ്ടന എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്തായാലും മജിസ്ട്രേറ്റ് ഓഫീസിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറയുന്ന ടൈമിൽ നമ്മുടെ പാവം ഹോങ്ഷിം കാശ് എടുത്ത് കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എന്തിനാ കൊച്ചെ ഈ പൈസ തരുന്നത്, നിൻ്റെ ആരാ ഇവനെന്ന് ചോദിക്കുന്ന ടൈമിൽ കൂട്ടുകാരിയാണെങ്കിൽ ഇവളുടെ ഹസ്ബൻഡ് ഇന്നലെ കല്യാണം കഴിഞ്ഞത് എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലേഡിയാണെങ്കിൽ വേറെ ആരെയും കിട്ടിയില്ലേ കല്യാണം കഴിക്കാൻ എന്നവിടെ ചോദിക്കുന്നുണ്ട്. ഈ സ്ത്രീയുടെ നോട്ടം കണ്ടിട്ട് നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ ഇവരുടെ നോട്ടം കണ്ട് എനിക്ക് അസ്വസ്ഥത തോന്നുന്നു എന്നവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ കൊട്ടാരത്തിൽ ജയൂനാണെങ്കിൽ ആ ലേഡി ഫിസിഷ്യൻ മരിച്ചല്ലോ, ആ ഒരു കേസ് ഇവനോട് അന്വേഷിക്കേണ്ട എന്നും താൻ സ്വയം കണ്ടെത്തിക്കോളാം എന്നും പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഇവൻ ആലോചിക്കുകയാണ്. അതായത് ഇവനും ആ കേസ് അന്വേഷിക്കുന്നുണ്ട്. ആ ടൈമിലാണ് കിം അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പം കിം എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ കുറച്ച് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുമാണ്, അതുപോലെ ഹയർ ഒഫീഷ്യലും ആണ് കേട്ടോ. അപ്പോൾ ഇയാളാണെങ്കിൽ എന്താ നിനക്ക് പരിപാടി, നീ ഫ്രീ ആണെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ എന്താ കാര്യമെന്ന് നമ്മുടെ ജയൂൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാത്രി ഒന്ന് ഡ്രിങ്ക്സ് അടിക്കാൻ പോയാലോ എന്ന് പറഞ്ഞ് ഇവനെ കിം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഹോങ്ഷിം ആണെങ്കിൽ അല്ല ശരിക്കും നിനക്ക് അമ്നേഷ്യ തന്നെയാണോ അതോ നീ ഒരു മണ്ടനാണോ എന്ന് ചോദിക്കുന്ന ടൈമിൽ വൂന്തൂക്കാണെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്കൊന്നും ഇതുവരെ കുറവായിട്ടില്ല എന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ. ഹോങ്ഷിം ആണെങ്കിൽ അത് പിന്നെ കള്ള് കുടിക്കുന്നവർ കള്ള് കുടിക്കുന്നു പറയില്ലല്ലോ, അതുപോലെ തന്നെ പൊട്ടന്മാരാണെന്ന് തുറന്ന് പറയത്തില്ലേ എന്നിവിടെ പറയുകയാണ്. പെട്ടെന്നാണ് ഹോങ്ഷിം ഇവൻ്റെ ഡ്രസ്സൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അല്ല ഇത് സിൽക്കിൻ്റെ തുണികളാണല്ലോ, ഇത്രയും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് എൻ്റെ ബ്രദർ തന്നതാ എന്ന് വൂന്തൂക്ക് കൂളായിട്ട് പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ ആ ഡ്രസ്സിൽ തൊടുന്ന ടൈമിൽ ഇവൻ കൈയൊക്കെ അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ. അല്ല ഈ സഹോദരൻ ഇത്രയും വലിയ പണക്കാരനാണോ, അയാളെ എങ്ങനെ മീറ്റ് ചെയ്തെന്നൊക്കെ ഇവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കാണുന്നത് എന്താ, വീട് മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരിക്കും. അതായത് വീടിൻ്റെ മുന്നിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ചെറി ബ്ലോസം ഒക്കെ. അതുപോലെ ചാണകമൊക്കെ കടന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ മൊത്തം ഫ്ലവേഴ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ നല്ല നല്ല ബെഡ്ഷീറ്റും പില്ലോസൊക്കെ എടുത്ത് മാറ്റുന്നതാണ് ഇവൾ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇവളുടെ കിളി പോകുന്നുണ്ട്. ഇതൊക്കെ എവിടുന്ന കിട്ടി, ഇതിനൊക്കെ പൈസ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വൂന്തൂക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സഹോദരൻ തന്നതാ എന്ന് പറയുന്നത് കേട്ട് ഇവൾക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ എന്താ കാര്യം സംഭവം ഒന്ന് വ്യക്തമായിട്ട് പറയുമെന്ന് പറയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ നേരത്തെ ആ ലേഡി ഇവൻ്റെ മേത്തേക്ക് അരി വലിച്ചെറിഞ്ഞല്ലോ, ആ ടൈമിൽ ഒരാൾ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇവൻ എന്താവശ്യം എന്ന് വെച്ചാൽ കൊടുത്തേക്ക്, ഞാൻ പൈസ തരാൻ നമ്മുടെ കൂളായിട്ട് പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന ഹോങ്ഷിം ആണെങ്കിൽ ഒരാൾ വെറുതെ പൈസ തന്നു എന്നോ അതൊരു ബ്രദറാണെന്ന് പറഞ്ഞ് നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇത്രയും നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, അയാളുടെ ഫേസിൽ തന്നെ എന്തൊരു ഭംഗിയുള്ളത് എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് വിവരിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഹോങ്ഷിം ആണെങ്കിൽ അല്ല ഇയാളുടെ ലെഫ്റ്റ് ചീക്കിലായിട്ട് ഒരു കാക്കാപ്പുളി ഉണ്ടോ, അയാൾ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പ്രിൻ്റ് വാങ്ങിപ്പിച്ചു എന്ന് കൂളായി പറയുന്നത് കേട്ട് എടാ മരം മണ്ട, അത് ലോണ് കൊടുക്കുന്ന ആളാണ്, ആ പലിശക്കാരൻ്റെ കയ്യിൽ നിന്നാണോ നീ പൈസ വാങ്ങിയത് എന്നൊക്കെ ചോദിച്ച് ഇവളങ്ങ് ചൂടാവുകയാണ് കേട്ടോ. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും വൂന്തൂക്കിനൊരു കുലുക്കുമില്ല. ഇവളാണെങ്കിൽ ആ സ്റ്റാഫിനോടൊക്കെ മര്യാദയ്ക്ക് നിർത്തിക്കോ എന്നിട്ട് ഇറങ്ങി പൊക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ വൂന്തൂക്കിനെ നോക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നാൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇവനാണെങ്കിലോ ഇവള് പോയി കഴിഞ്ഞതിന് ശേഷം കൂളായിട്ട് മര്യാദയ്ക്ക് ഒതുക്കി വെക്ക്, അതവിടെ ഇതവിടെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവിടെ കൂളായിട്ട് നിൽക്കുന്നുണ്ട്. ഹോങ്ഷിം ആണെങ്കിൽ ആ പലിശക്കാരൻ്റെ അടുത്ത് പോയിട്ട് ചൂടാവുന്നുണ്ട്. അതായത് ഒട്ടും വിവരമില്ലാത്ത ആളെ താൻ പറ്റിച്ചു അല്ലേ, താൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ 30 യാങ് ആണ് കേട്ടോ പലിശയ്ക്ക് പൈസ എടുത്തിട്ടുള്ളത്, അത് മര്യാദയ്ക്ക് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ അഗ്രിമെൻ്റ് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ എടാ മഹാപാപി 30 യാങ് ഉണ്ടെങ്കിൽ ഒരു പുതിയ വീട് വെക്കായിരുന്നു, എന്നാലും ഇങ്ങനെ പറ്റിക്കണമായിരുന്നു എന്ന് ഹോങ്ഷിം അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ എന്നാലും നിൻ്റെ ഭർത്താവ് ഇത്രയ്ക്കും പൊട്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്തായാലും പൈസ തരാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ആളുകളെ കടത്തുന്ന ജോലിയുണ്ട്, ഞാൻ നിന്നെ അങ്ങ് കടത്തും, അതുകൊണ്ട് മര്യാദയ്ക്ക് പൈസ അടച്ചു എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇവളാണെങ്കിലോ ദേഷ്യത്തിൽ ഇന്ന് ഞാൻ അവനെ കൊല്ലും എന്നവിടെ പറയുന്നുണ്ട്. ഗുദൂളാണെങ്കിൽ എന്നാലും ഇത്രയും കാലമായിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്, എന്നിട്ട് ഇതുപോലൊരു ബ്രദറിനെ ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന ടൈമിൽ അത് ഭാഗ്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ കാണാൻ പറ്റുമെന്ന് നമ്മുടെ വൂന്തൂക്ക് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ടൈമിൽ നമ്മുടെ ഹോങ്ഷിമിൻ്റെ അച്ഛനാണെങ്കിൽ എടാ പൊട്ട, ഇവൻ പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇതൊക്കെ ചെയ്തതെന്ന് കേൾക്കുമ്പോൾ ഗുദൂളിൻ്റെ ബോധം പോകുന്നുണ്ട് കേട്ടോ. വൂന്തൂക്കാണെങ്കിലോ അയാൾ പലിശ
പലിശയ്ക്കാന്നൊന്നും പറഞ്ഞില്ലേ എന്നിവിടെ പറയുമ്പോൾ ഗുദൂളാണെങ്കിൽ എനിക്ക് അപ്പോഴേ തോന്നി എടോ ഈ കാലത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് തരുമോ എന്നവിടെ ചോദിക്കുന്നുണ്ട്. ഹോങ്ഷിമ വന്നു കഴിഞ്ഞ് നിന്റെ പണി കഴിഞ്ഞു, അതുകൊണ്ട് അവൾ തിരിച്ചു വരുന്ന ടൈമിൽ മര്യാദയ്ക്ക് നീ അവളോട് മാപ്പ് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയോട് മാപ്പ് ചോദിക്കേണ്ട അവസ്ഥയൊന്നും എനിക്ക് വന്നിട്ടില്ല എന്ന് വൂന്തൂക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുന്ന ഗുദൂളാണെങ്കിൽ മാപ്പ് ചോദിച്ചില്ലെങ്കിൽ അവൾ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജെയ്യൂനും ആ കിമ്മൊക്കെ കൂടിയിട്ട് ഒരു ബാറിലേക്ക് പോവാണ്. അതായത് ഒരുപാട് പണക്കാർ മാത്രം പോകുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ പോകുന്ന ഒരു ബാറായിരിക്കും കേട്ടോ. അവിടെ ഒരുപാട് സുന്ദരികളായിട്ടുള്ള ലേഡീസ് ഒക്കെ ഉണ്ടായിരിക്കും. കിമ്മാണെങ്കിൽ അവിടുത്തെ ഒരു ലേഡിയോട് പറയുന്നുണ്ട് ഒരു റൂം സെപ്പറേറ്റ് തരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇവരങ്ങോട്ട് പോകുന്നതും മറ്റൊരു ലേഡി ജെയ്യൂനെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ മൈൻഡ് ഒന്നും ചെയ്യാതെ അവിടെ നിന്നും പോവുകയാണ്. അപ്പൊ ഈ ലേഡിയാണെങ്കിൽ ഞാൻ അവരെ അറ്റൻഡ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവർക്ക് പ്രൈവറ്റ് ആയിട്ട് റൂം വേണമെന്നാ പറഞ്ഞെന്ന് മറ്റേ ലേഡി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവളാണെങ്കിലോ അതിന് എനിക്ക് അവരെ പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇതേ ടൈമിൽ ഹോങ്ഷിം ആണെങ്കിൽ ഒരുപാട് ലേറ്റ് ആകുമ്പോൾ അച്ഛനാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവനാണെങ്കിൽ എന്നാലും ആ കോർണറിലേക്ക് കുറച്ച് ചെടി കൂടി വെച്ച് പിടിപ്പിക്കായിരുന്നു എന്ന് പറയുന്നത് കേട്ട് ഗുദൂളാണെങ്കിൽ മോനെ ഈ ടൈമിൽ വീട് ഡെക്കറേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല ആലോചിക്കുന്നത്, അവൾ വരുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത്. എന്തായാലും അവൾ വരുന്ന സമയത്ത് മുട്ടുകുത്തി കരഞ്ഞങ്ങ് സോറി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറഞ്ഞിട്ട് ഗുദൂൾ അത് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവനാണെങ്കിൽ എനിക്കൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തന്നെ നീ അല്ലേ പറഞ്ഞത് ഈ വീട് കാണാൻ അടിപൊളിയായി എന്ന്, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷെ ലോൺ എടുത്തിട്ടാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ എന്ന് ഗുദൂൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ഹോങ്ഷിം അങ്ങോട്ട് ദേഷ്യത്തിൽ വരുന്നതും 30 യാങ് ആണ് ഇവൻ കടം വാങ്ങിയിട്ടുള്ളത്, ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പുതിയ വീട് വാങ്ങായിരുന്നു എന്ന് പറയുന്നത് കേട്ട് നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ ആ തെണ്ടി എന്നോടത് പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പുതിയ വീട് വാങ്ങായിരുന്നു എന്ന് വൂന്തൂക്ക് പറയുന്നത് കേട്ട് ഹോങ്ഷിമിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ പോയിട്ട് ഒരു അരിവാളെടുത്ത് ഇവര് നേരെ വരുന്ന ടൈമിൽ ഗുദൂളാണെങ്കിൽ ഇവന്റെ കാലിലൊന്ന് തട്ടി ഇവന് മുട്ടുകുത്തി ഇരുത്തുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ നേരെ റൂമിലേക്ക് പോയിട്ട് എല്ലാം നശിപ്പിക്കാനാണ് നോക്കുന്നത്. ആ ടൈമിൽ അങ്ങോട്ട് ഓടിയെത്തുന്ന അച്ഛനാണെങ്കിൽ മോളെ നീ ഒന്നും മര്യാദയ്ക്ക് കാര്യങ്ങൾ ഡീല് ചെയ്യുക, ഇതെങ്ങാനും മജിസ്ട്രേറ്റ് ഓഫീസിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പെട്ടുപോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവളെ കൂളാക്കുന്നുണ്ട് കേട്ടോ. ഹോങ്ഷിം ആണെങ്കിൽ അച്ഛ 30 യാങ് ആണ് കട എടുത്തിരിക്കുന്നത്, അത് തിരിച്ചടയ്ക്കാൻ എനിക്കൊരു 10 വർഷമെങ്കിലും വേണ്ടി വരും, ഞാൻ എങ്ങനെ ഇത് തിരിച്ചടയ്ക്കുമെന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ ഞാൻ തിരിച്ചടയ്ക്കാൻ നീ ഒന്ന് സമാധാനിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനെ എങ്ങനെ തിരിച്ചടയ്ക്കാനാണ്, അല്ലെങ്കിൽ തന്നെ നമ്മളെന്തിനാ തിരിച്ചടയ്ക്കേണ്ടത്, അവനല്ലേ പൈസ കട എടുത്തത്, അപ്പോൾ അവൻ തന്നെ തിരിച്ചടയ്ക്കണം. ഞാൻ എന്തായാലും നിന്നെയായിട്ട് ബ്രേക്കപ്പ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നീ തന്നെ ആ പൈസ അടയ്ക്കും, അത് എങ്ങനെയാണ് വേണ്ടതെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ഇവളിവനിങ്ങനെ രൂക്ഷമായി നോക്കുന്നുണ്ട് കേട്ടോ.